നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി. മമ്മയ്ക്ക് എന്നാ കോങ്ങണ്ണുണ്ടോ? ഉച്ചതിരിഞ്ഞ മുതൽ ഇടയ്ക്കിടെ സിറ്റ് ഔട്ടിൽ ഇറങ്ങി നിന്നിട്ട് ഗേറ്റിലേക്ക് നോക്കുന്ന ഡെയ്സിയെ നോക്കി ഋഷി അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. അവനും വ്യക്തമായി അറിയാമായിരുന്നു ഡെയ്സി തേടുന്ന ക്രിസ്റ്റിയാണെന്നുള്ളത്. പിറന്നാൾ ആഘോഷങ്ങളുടെ അവസാനം മിനുക്കുപണികളും തീർന്നിരിക്കുന്നു. വൈകിട്ട് 4 അതിഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു അസുരം മിസ്സാക്കില്ലെന്ന് ഉറപ്പുള്ള പോലെ അങ്ങേയറ്റം ആഡംബരമാണ് ഒരുക്കങ്ങൾ ഓരോന്നും. വിഭവങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. വീടും പരിസരവും ആ നട്ടുച്ച നേരത്തും അലങ്കാര ബൾബുകളുടെ പ്രകാശത്തിലാണ്. വർക്കിയുടെ കുടുംബത്തിൽ ഏറെക്കുറെ എല്ലാം എത്തും. ഓസിന് ആസിഡ് ഇട്ടിയാലും കണ്ണടച്ച് മൂന്നുന്ന ടൈപ്പാണ്. പിന്നെ അയാളുടെ കുറെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും. ഇതിനൊക്കെ പുറമെ ഋഷിയുടെ സുഹൃത്തുക്കളെ ഒന്നുപോലും ഇടാ വിളിച്ചു കാണും. ദിലീപിന്റെ കാര്യം പിന്നെ പറയണ്ട. ഒരാഴ്ച ഇതിന് വേണ്ടുന്ന ഓരോന്നിനും ചില്ലറയെന്നല്ല പെണ്ണ് പൊടിച്ചു കളഞ്ഞിട്ടുള്ളൂ. ഡെയ്സി അവനെ നോക്കിയതല്ല, അതൊന്നും പറഞ്ഞില്ല. വീണ്ടും ആ കണ്ണുകൾ ഗേറ്റിലേക്ക് തന്നെ നീണ്ടു. ദേ മമ്മ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞ? ഋഷി ചുറ്റും നോക്കിക്കൊണ്ട് പല്ലുകടിച്ചു. മറുപടി അറിയിക്കുന്ന ചോദ്യം ചോദിക്കാൻ പഠിച്ചു വന്നീ ആദ്യം. അന്നേരമായിട്ടും ക്രിസ്റ്റിയെ കാണാത്തതിന്റെ സങ്കടവും ദേഷ്യവും മുഴുവനും ഉണ്ടായിരുന്നു അവരത് പറയുമ്പോൾ. അതിന് മമ്മ എന്തിനാ കലിപ്പിടുന്നത്? ഋഷി കണ്ണു ചുരുക്കൊണ്ട് ചോദിച്ചു. ദേ ഋഷി, നീ നിന്റെ പാട് നോക്കിപ്പോയേ. ഡെയ്സി പിന്തിരിഞ്ഞടന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ പോയിക്കോളാം, അതിനു മുന്നേ എനിക്ക് മമ്മയോട് ഇച്ചിരി കാര്യം പറയാനുണ്ട്. ഋഷി വീണ്ടും അവർക്ക് മുമ്പിലേക്ക് കയറി നിന്നു. എങ്കിൽ വേഗം പറഞ്ഞിട്ട് പോയെന്നൊരു ഭാഗത്തിൽ ഡെയ്സി അവനെ നോക്കി. ഇന്നെങ്കിലും ഈ മുഖത്ത് ഇച്ചിരി പ്ലസന്റ് ആയിട്ടിരിക്കുക. എന്നെ ദിലീപിന്റെ ഫ്രണ്ട്സ് മുഴുവൻ വരും. ഋഷി ഡെയ്സിയെ നോക്കി. അതുമാത്രം മതിയോ? ഡെയ്സി അവനെ തന്നെ നോക്കി. പിന്നെ നല്ലൊരു ഡ്രസ്സ് എടുത്തു കൊടുക്ക്. ഇതൊരുമാതിരി. അലസമായി ചുറ്റി അവരുടെ സാരിയിലേക്ക് നോക്കി ഋഷി മുഖം ചൊളിച്ചു. മക്കളൊരു കാര്യം ചെയ്തേക്ക്. പപ്പയോട് പറഞ്ഞ് സ്റ്റാറ്റസിനെ പറ്റിയ മമ്മയെ കൂടി റെന്റിന് കൊണ്ടുവരാൻ പറഞ്ഞേക്ക്. അപ്പൊ പിന്നെ ഇമാതിരി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവനെ ഒന്നുകൂടി കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഡെയ്സി തിരിഞ്ഞടന്നു. ഋഷി അവർ പോയ വഴിയെ നോക്കി പല്ല് കടിച്ചു. വീട് നിറയെ ആളുകളായി പോയി. അവന് മുഷ്ടിയിലുണ്ട്. ഇത് പാക്ക് ചെയ്തേക്കൂ. നിറയെ വെള്ളിമണികൾ നിറഞ്ഞൊരു കൊലുസ് നീട്ടിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. ദിലീപിന്റെ വെളുത്ത് നീണ്ട കാലുകളിൽ അതങ്ങനെ പറ്റിക്കൂടി കിടക്കുന്നതോർക്കെ അവന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. ചാടിത്തുള്ളി നടക്കുന്ന പെൺകുട്ടികൾക്ക് അവരെ പോലെ ചിരിച്ചു മറിയുന്ന വെള്ളിക്കൊലുസുകൾ ഒരലങ്കാരമാണെന്ന് അവൻ എപ്പോഴും തോന്നാറുണ്ട്. പാക്ക് ചെയ്ത പൊതിയോടൊപ്പം അതിന്റെ ബില്ല് കൂടി ഉണ്ടായിരുന്നു. അതോടച്ചിട്ട് അവൻ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. സമയം 5 മണിയായി തുടങ്ങിയിരിക്കുന്നു. വരില്ലേ എന്നൊരു ആദ്യയോടെ പുറത്തേക്ക് നീളുന്ന 2 മിഴികൾ ശ്വാസം മുട്ടിച്ചപ്പോൾ വീണ്ടും മടങ്ങാതെ അവിടെ തന്നെ കിടക്കാൻ അവന് വയ്യായിരുന്നു. പിറന്നാളല്ലേ, ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാതെ വെറും കൈയോടെ കയറി ചെല്ലാൻ അവന് തോന്നിയില്ല. കഴിഞ്ഞുപോയൊരു പിറന്നാളിന്റെ കറുത്തോർമ്മകൾ അസ്വസ്ഥതയുടെ കരിവണ്ടുകളെ പോലെ അവന് ചുറ്റും മൂളി പറന്നു. അന്നത്തെ അപമാനം ഏറ്റുവാങ്ങിയിട്ട് വന്നത് അനിയത്തിക്കുട്ടിയുടെ പിറന്നാളായിട്ടും ഒരു മിഠായി പോലുമായി കയ്യിൽ കരുതാതെ ചെന്ന ചേട്ടന്റെ സ്നേഹക്കുറവിനെ പറ്റിയായിരുന്നു. ഇപ്രാവശ്യം അത് ആവർത്തിക്കരുതെന്നൊരു നിർബന്ധമുള്ളത് പൊറുക്കിയെ പേടിച്ചിട്ടോ അയാൾക്കെതിരെ പറയാൻ അറിയാഞ്ഞിട്ടോ അല്ല. തനിക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടാനാവാതെ നോവിന്റെ ചുഴിയിൽ ശ്വാസം കിട്ടാതെ പിടയുന്നൊരു മനസ്സിന്റെ വേദനകളെ അവനൊരിക്കലും വില കുറച്ച് കാണാനാവാത്ത കൊണ്ട് മാത്രമാണ്. താൻ കാരണം അവരുടെ ജീവിതം തകരുതെന്ന് കരുതിയിട്ടാണ്. പലപ്പോഴും പറയാൻ നിറയുണ്ടായിട്ടും അയാളോടത് പറയാൻ അർഹിക്കുന്നവനായിട്ടും പരിധി വിട്ടൊന്നും പറയാത്തതും. തൻ്റേതായിട്ടും ആ വീട്ടിൽ തന്നെ ആവശ്യമില്ലെന്നറിഞ്ഞിട്ടും തന്നെ ഇത്രയും നേരം വൈകി കാണാതിരുന്നാൽ പിന്നെ കാണുമ്പോൾ ശ്വാസം കിട്ടിയതുപോലൊരു പ്രകാശം പരക്കുന്ന സ്വന്തം അമ്മയുടെ മുഖമോർത്തുകൊണ്ടാണ് എല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കുന്നത്. പൊറുക്കി വേണ്ടതും വേണ്ടാത്തതുമായി നിരവധി ഗിഫ്റ്റ് വാങ്ങിക്കൂട്ടി കാണും. അവന് മുടക്കൊന്നുമില്ലല്ലോ. കളഞ്ഞു കിട്ടിയതുപോലെ കയ്യിൽ കിട്ടിയ ഒരു സാമ്രാജ്യത്തിലെ ഒരേ ഒരു രാജാവായി വിലസുകയല്ലേ. രാജാവിന് പ്രൗഢിയൊട്ടും കുറയാൻ പാടില്ലല്ലോ. ക്രിസ്റ്റിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. കൂടുതൽ ആലോചിച്ചെന്നാൽ തനിക്ക് ആ ഫംഗ്ഷന് പങ്കെടുക്കാൻ തോന്നില്ലെന്ന് മനസ്സിലായതും തലയെന്ന് കുടഞ്ഞുകൊണ്ടവൻ ആ പൊതി ജീൻസിന്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ബുള്ളറ്റിലേക്ക് കയറി. അനിയത്തിയുടെ പിറന്നാൾ ആഘോഷമാണെന്നല്ല, ഇഷ്ടമില്ലാത്തൊരിടത്തേക്ക് കയറിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീലാണ് ക്രിസ്റ്റിക്ക് തോന്നിയത്. ഒട്ടും തിരക്കില്ലാതെ വളരെ പതിയെയാണ് അവൻ ഡ്രൈവ് ചെയ്തത്. എന്നിട്ടും മതിലുകൾ പോലും അലങ്കാരപ്പണികൾ കൊണ്ട് മിന്നുന്ന വീട്ടിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിയെന്ന് തോന്നി ക്രിസ്റ്റിക്ക്. കുഞ്ഞു കുഞ്ഞു കൂട്ടങ്ങളായി നിൽക്കുന്ന കുറേയേറെ ആളുകൾക്ക് നടുവിലൂടെയാണ് അവൻ വണ്ടി ഓടിച്ച് കയറ്റിയത്. തെറിച്ചു നോക്കലുകളെയും അടക്കിപ്പറച്ചിലുകളെയും അവൻ തിരിഞ്ഞുപോലും നോക്കിയില്ല. അതെല്ലാം ഇന്നിവിടെ നടക്കുമെന്ന് നന്നായിട്ട് അറിയാമല്ലോ. ബുള്ളറ്റിൽ നിന്നും താഴെ ഇറങ്ങി തലയെടുപ്പോടെ നടക്കുന്ന അവനെ കൂട്ടത്തിലുള്ള പെൺകുട്ടികൾ ആരാധനയോടെ നോക്കിയപ്പോൾ ആൺകുട്ടികൾക്ക് ആ നോട്ട അസൂയയുടേതായിരുന്നു. ക്രിസ്റ്റി പക്ഷെ ആരെയും നോക്കാതെ ഒരേ ഹാളിലേക്ക് ചെന്നു. ആദ്യയോടെ ധൃതിയിൽ നടന്നു വന്നിരുന്ന ഡെയ്സിക്ക് മുന്നിലേക്കാണ് അവൻ കയറി ചെന്നത്. ഒറ്റ കാഴ്ച കൊണ്ട് തന്നെ അവരുടെ മുഖം പൂനിലാവ് പോലെ തെളിഞ്ഞു. ക്രിസ്റ്റി ഒന്ന് നോക്കിയെന്നല്ലാതെ ഭാവഭേദമൊന്നുമില്ലാതെ മുകളിലേക്ക് പടികേറി തുടങ്ങി. മുകളിലെ ദിലീപിന്റെയും ഋഷിയുടെയും മുറികളുള്ള വലതുഭാഗത്ത് നിറയെ ആളുകളുണ്ട്. കണ്ടിട്ട് അവരുടെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു.
പൊട്ടിച്ചിരിച്ചും ഉറക്കെ സംസാരിച്ചും അവിടെയാകെ ബഹളമാണ്. പക്ഷേ ക്രിസ്റ്റിയുടെ മുറിയുള്ള വലതുവശത്ത് അങ്ങേയറ്റം ശാന്തതയാണ്. കുടുംബത്തിലെ പുകഞ്ഞ കൊള്ളിയുടെ ഗുണങ്ങൾ ഋഷിയും ദിലവും കൂട്ടുകാരെ പറഞ്ഞു കേൾപ്പിച്ച് കാണും. ഒറ്റയൊരെണ്ണം അങ്ങോട്ട് എത്തി നോക്കാൻ കൂടി ധൈര്യപ്പെട്ട് കാണില്ല. ക്രിസ്റ്റിയുടെ ചുണ്ടിലൊരു പുച്ഛമുണ്ടായിരുന്നു. അത് ഓർക്കുമ്പോൾ സ്റ്റെപ്പ് കയറി ഇടതുവശത്തേക്കൊന്ന് പാളി നോക്കി ക്രിസ്റ്റി വേഗം സ്വന്തം മുറിയിലേക്ക് കയറി. കാര്യം കലിപ്പനാണെങ്കിലും എന്റെ ചേട്ടൻ പൊളിയാണല്ലോ ഋഷി. ക്രിസ്റ്റി പോയ വഴിയെ നോക്കി ഋഷിനോട് അവന്റെ കൂട്ടുകാരിലൊരു കണ്ണിറുക്കി പറഞ്ഞു കേട്ടതോടെ അതുവരെ അവനിൽ പ്രകടമായി തന്നെ നിന്നിരുന്ന ആ തിളക്കം മാഞ്ഞുപോയിരുന്നു. കടപ്പലുകൾ ക്രിസ്റ്റിയോടുള്ള അസൂയ കൊണ്ടാണ് ഞെരിഞ്ഞു തീർന്നതും. കുളിയൊന്ന് കഴിഞ്ഞ് ഒരു ബനിയനും പാനും ധരിച്ചിട്ട് മുടിയിടകൾ അലസമായി ഒന്ന് കോതിയൊതുക്കി നേർത്തൊരു ചിരിയോടെ കൊലുസിന്റെ പൊതിയും കയ്യിലെടുത്തുകൊണ്ട് ക്രിസ്റ്റി വാതിൽ തുറന്നിറങ്ങി. ആർപ്പുവിളികളും ചിരിയും പാട്ടും അവന്റെയും ചുണ്ടിൽ ചെറിയൊരു ചിരി തെളിയിച്ചു. ഹാളിലെ വലിയ മേശയിൽ 3-4 ലെയറുള്ള വലിയൊരു കേക്ക് കട്ടിയാനുള്ള ഒരുക്കത്തിലാണ് ദിലു. ബേബി പിങ്ക് നിറത്തിലൊരു ഗൗൺ, ഉയർത്തി കെട്ടിവെച്ച മുടി, ഒഴിഞ്ഞുകിടക്കുന്ന കഴുത്തിൽ അവൾക്കൊരു മാല കൂടി ഇടാമായിരുന്നു എന്നാണ് ഒറ്റനോട്ടത്തിൽ ക്രിസ്റ്റിക്ക് തോന്നിയത്. കൊഞ്ചിച്ചിരിക്കുന്ന ഒരു പാവക്കുട്ടിയെ പോലെയുണ്ടവൾ. അവളെ നോക്കുമ്പോൾ അവന്റെ കണ്ണിലൊരു കുറുമ്പുകാരി കുഞ്ഞിപ്പെണ്ണ് ഓടിത്തുള്ളി നടന്നു. അറിവാകും മുന്നേ, അല്ല പൊറുക്കിയുടെ വൃത്തിയേട്ട മനസ്സ് അവളെയും മാറ്റി മറിക്കും മുന്നേ അവൾക്ക് ഈ ചേട്ടന് വലിയ കാര്യമായിരുന്നു. പൊറുക്കിയുടെ വാക്കുകളിൽ ദേഷ്യമുള്ളതുകൊണ്ട് അവളോട് ഋഷിയോടും കൃത്യമായൊരു അകലം കാണിച്ചു തന്നെ പലപ്പോഴും ഒറ്റച്ചിരി കൊണ്ട് അവൾ മയക്കി കളഞ്ഞിരുന്നെന്ന് ക്രിസ്റ്റി ഓർത്തു. കുഞ്ഞിക്കാലിൽ നിറയെ മണികൾ നിറഞ്ഞൊരു കൊലുസിന്റെ കിലകത്തോടെ അവൾ ഓടിക്കളിക്കുന്ന കാണാൻ ഒളിഞ്ഞു നോക്കിയൊരു ക്രിസ്റ്റി അവനുള്ളിൽ തലനീട്ടി നോക്കി ചിരിച്ചു. കയ്യിലെ പൊതിയിൽ ക്രിസ്റ്റിയുടെ വിരലുകൾ വാത്സല്യത്തോടെ തഴുകി. ബർത്ത്ഡേ വിഷസ് കൊണ്ടുള്ള ആർപ്പുവിളിക്കിടെ ദിലു ആ കേക്ക് കട്ട് ചെയ്യുന്നു അരികിൽ നിൽക്കുന്നവരുടെ വായിലേക്ക് ചിരിയോടെ വച്ച് നീട്ടുന്നത് നോക്കി ക്രിസ്റ്റി ആ സ്റ്റെയറിൽ തന്നെ കൈകെട്ടി നിന്നു. അവന്റെ ചുണ്ടിലും നിറഞ്ഞ ചിരിയാണ്. ആരും അവനെന്നൊരാളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ലെങ്കിലും ഉള്ളിലെ സങ്കടം അപ്പാടെ മുഖത്ത് പടർത്തി അവന്റെ ചിരിയിലേക്ക് നോക്കി നിൽക്കുന്ന ഡെയ്സിയെ കണ്ടിട്ടത്. ആ വേദനയിൽ പിടയാൻ വയ്യുന്നതുപോലെ ക്രിസ്റ്റി മനഃപൂർവ്വം അവരെ നോക്കിയതേയില്ലായിരുന്നു. നിസ്സഹായതയുടെ ചെങ്ങലക്കണ്ണികൾ കൊണ്ടവൻ തടവിലാണ്. ഒന്നനങ്ങാൻ കൂടി കഴിയാത്ത വിധം ആ ചെങ്ങല അവനെ കുരുക്കിക്കളയുന്ന അറിയാനാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇരുട്ടി തുടങ്ങുന്നതിനനുസരിച്ച് പാത്തുവിന്റെ ഹൃദയത്തിനും കനമേറി തുടങ്ങി. ഭയത്തിന്റെ അലയൊലി പോലെ കൊതിച്ചതുള്ളുന്ന മനസ്സിനെ വരുതിയിലൊതുക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. മഗ്രിബ് ബാങ്ക് വിളിക്കുന്ന കേട്ടയുടൻ അവൾ നിസ്കരിക്കാനുള്ള പുറപ്പാട് തുടങ്ങി. എത്രയും പെട്ടെന്ന് തീർത്തിട്ട് മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടി വരും. അകത്തേക്ക് കയറിയൊരു സൂക്ഷ്മ നിരീക്ഷണത്തിനൊടുവിലാണ് അവൾ നിസ്കാരപ്പായിലേക്ക് നിന്നത്. പ്രാർത്ഥനാമന്ത്രം ഉരുവിടുന്നതിനനുസരിച്ച് നീർത്തുള്ളികൾ കവിളിലേക്ക് ഒലിച്ചിറങ്ങി തുടങ്ങിയിരുന്നു. ഒടുവിൽ അത് പൂർത്തിയാക്കി കൈകൾ മേലേക്ക് ഉയർത്താൻ അവൾ ആവശ്യപ്പെട്ടതും ആരും ദ്രോഹിക്കുന്നത് പേടിക്കാതെ ഒന്നുറങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു തരണേ നാഥ എന്നായിരുന്നു. ഇതുവരെയും നേരിട്ട അഗ്നി പരീക്ഷണങ്ങൾക്കൊക്കെയും ഇപ്പോഴുള്ള ഈ അവസ്ഥയുടെ മുന്നിൽ എത്ര നിസ്സാരമായിരുന്നു എന്നവൾക്ക് തോന്നി. ചേർത്ത് പിടിക്കാനും സംരക്ഷിച്ചുകൊണ്ട് നടക്കാനും ബാധ്യതയുള്ളവരാണ്. പക്ഷേ താൻ ഏറ്റവും ഭയക്കുന്നു ഇന്ന് അവരെയാണ്. ഇതുപോലുള്ള ഇനിയും എത്ര രാത്രികൾ അതിജീവിക്കേണ്ടി വരുമെന്നവൾ അന്ന് ആദ്യമായി ഭയന്നു. കൂടുതൽ നേരം അവിടെ ഇരിക്കാൻ അവൾക്കായില്ല. നിസ്കാരപ്പായ മടക്കി മുറിയിൽ തന്നെയുള്ള തടി അലമാരയുടെ മുകളിലേക്ക് വെച്ചു. കിടക്കയിൽ അഴിച്ചുവെച്ച തട്ടമെടുത്ത് തലയിലേക്കിട്ട് വാതിലിന് കുറുകെ നീക്കിയിട്ട് മേശ നിരക്കി മാറ്റി. യാതൊരു കാര്യമുണ്ടാവില്ലെന്നറിഞ്ഞിട്ടും സ്വയം സമാധാനിക്കാനുള്ള ഒരു മാർഗമായിരുന്നു അത്. മുറിയിൽ തന്നെ ഒരു ചെറിയ മേശ നിരക്കി വാതിലിന് കുറുകെയിട്ടത് കുറ്റിയില്ലാത്ത വാതിലിനൊരു ബലമായിക്കോട്ടെ എന്ന് തോന്നിയിട്ടാണ്. ഉള്ളിലെ ഭയം അല്പമെങ്കിലും കുറഞ്ഞാലോ എന്നുള്ള മിഥ്യാധാരണയാണ്. ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി അവൾ ചുറ്റുമൊന്ന് നോക്കി. വലതുവശത്ത് ഓപ്പൺ ഏരിയയുടെ ചാരി ഒരു വലിയ സോഫയിൽ 3-4 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. വന്നു മുതൽ കാണുന്നുണ്ട് അവരെ. തൻ്റെ അതേ പ്രായം തന്നെയാവും. നേരിട്ട് കണ്ടാൽ പോലും കമാന്നൊരക്ഷരം മിണ്ടാതെ പോകുന്ന പരിഷ്കാരിപ്പടകളുടെ ഇളയ തലമുറക്കാർ. കയ്യിലുള്ള ഫോണിലാണ് എല്ലാവരും. എങ്കിലും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഒട്ടൊരു സങ്കോചത്തോടെയാണ് പാത്തു അവരുടെ അരികിലേക്ക് ചെന്നത്. ഇവിടെയുള്ള ഭയപ്പെടേണ്ട പലതും ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്നുള്ള ചെറിയ പ്രതീക്ഷയിൽ അവൾ അല്പം മടിയോടെ തന്നെ വലതുവശത്തേക്ക് നടന്നു. പൊതുവെ ആരോട് അങ്ങോട്ട് കയറി സൗഹൃദമുണ്ടാക്കാൻ മാത്രം ഇടിക്കൊന്നുമല്ല. പക്ഷേ തന്നിലേക്ക് ചേർന്ന് പോകുമെന്ന് ഉറപ്പുള്ള ഒരാളോട് മാത്രം തുറന്നു വെക്കുന്നൊരു വിശാലതയുണ്ട് അവളിൽ. കളി പറയാനും കുറുമ്പ് പറയാനുമുള്ള ഇടങ്ങൾ. മാമന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ തൊട്ടരികിലെ വീട്ടിലുള്ള സുരഭിയുടെ ഓർമ്മകൾ അവളിൽ പെയ്തിറങ്ങിയ നിമിഷം തന്നെ ആ കണ്ണുകൾ നിറഞ്ഞു. അന്യജാതിയിൽപ്പെട്ട ഒന്നിനോട് അവൾക്ക് കൂട്ട്. അതെങ്ങനെ? തള്ളയുടെ അല്ലേ മോള്? ആ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. ആത്മകഥം പോലെ അമ്മായി പലപ്പോഴും സുരഭിയോടുള്ള സൗഹൃദത്തിന് അവഹേളിച്ച്. പക്ഷെ അതിനും അധികം ആയുസ്സുണ്ടായില്ല. വീട്ടിനരികിലുള്ള തോട്ടിൽ നിന്നും പാമ്പ് കടിയേറ്റ് 3-4 ദിവസം ജീവിതത്തിനും മരണത്തിനുമിടയിലെ നിമിഷങ്ങൾക്കൊടുവിൽ സുരഭി മരണത്തിലേക്ക് നടന്നു പറഞ്ഞതു മുതൽ പാത്തു വീണ്ടും ഒരൊറ്റപ്പെട്ട തുരുത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിരുന്നു.
അന്ന് ആ സൗഹൃദമേൽപ്പിച്ച മുറിവിന്റെ ആഴമവളെ ഭയപ്പെടുത്തിയതുകൊണ്ട് തന്നെ പിന്നെ ഒരു കൂട്ടുകാരിയെ സ്വീകരിക്കാൻ അവൾക്കായില്ല. പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളും സന്തോഷങ്ങളും സ്വയം പറഞ്ഞു തുടങ്ങി. സ്കൂളിലും കോളേജിലും പൊതുവെ മൗനിയാണ്. നന്നായി പഠിക്കുന്നവളുടെ അഹങ്കാരം എന്ന് പേര് നൽകി സഹപാഠികളാരും ചേർത്ത് നിർത്തിയതുമില്ല. പരിമിതികളെ സ്വയം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആരിലേക്കും വലിഞ്ഞുകയറി ചെല്ലാനുള്ള കരുളുറപ്പുമില്ല. തൊട്ടുമുന്നിൽ പോയി പാത്തു നിന്നിട്ടും ഒന്ന് മുഖമുയർത്തി നോക്കുകകൂടി ചെയ്യാതെ അവരെല്ലാം ചെയ്യുന്നതുപോലെ തുടർന്നപ്പോൾ അപമാനത്തേക്കാൾ സ്വന്തം വിധിയോർത്താണ് പാത്തുവിന്റെ കൽബ് പിടഞ്ഞത്. അവളെ നോക്കുന്നില്ലെന്നേയുള്ളൂ, അവരെല്ലാം തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പ്രതീക്ഷ പോലെ സാഗൻ അവരിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് ആ നിമിഷം മനസ്സിലായി. അതവളുടെ ഹൃദയഭാരം ഒന്നുകൂടെ കൂട്ടി. ഇരുട്ടിനെ പോലെ തന്നെ അവളുടെ ഉള്ളിലും കനമേറി. കേക്കിന്റെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് ദിലു തന്നെയാണ് ചുറ്റും കൂടി അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നത്. നേർത്തൊരു ചിരിയോടെ ക്രിസ്റ്റി അതെല്ലാം നോക്കി നിന്നു. വർക്കിക്കും ഋഷിക്കും കൊടുത്തതിന് ശേഷമാണ് ദിലു ഡെയ്സിക്ക് നേരെ നീട്ടിയത്. അവരത് വാങ്ങിക്കഴിക്കുമ്പോഴും കണ്ണുകൾ ക്രിസ്റ്റിയുടെ നേരെയാണ്. അവന്റെ ചുണ്ടിലെ ചിരിയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് കണ്ണുനീറി. അവനും ഒരു കഷ്ണം കൊടുക്കുന്ന പറയാനുള്ള നിസ്സഹായത ആ മുഖം നിറയെ അതേപടി പകർത്തി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കുമ്പോളെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ക്രിസ്റ്റിയുടെ നേരെ നോക്കി പുച്ഛത്തോടെയാണ് വർക്കിയത് പറഞ്ഞത്. വർക്കിയുടെ കുടുംബം മൊത്തം ദിൽനയുടെ ചുറ്റും നിരന്നിട്ടുണ്ട്. കൂട്ടത്തിൽ അവളുടെ ഋഷിയുടെ കൂട്ടുകാരും. ദിൽനയുടെ വലത് സൈഡിൽ നിൽക്കുന്ന റോയ്സിന്റെ നേരെ നോക്കിയതും ക്രിസ്റ്റിന്റെ ചുണ്ടിലെ ചിരിമാഞ്ഞു. വർക്കിയുടെ രണ്ടാമത്തെ പെങ്ങൾ സൂസന്റെ മകനാണ് റോയ്സ് എന്ന റോയ്. അവനൊരു പെങ്ങൾ കൂടിയുണ്ട്. റോയ്സ് ആളത്ര വെടിപ്പിൽ നിന്ന് കുഞ്ഞുനാൾ മുതൽ ക്രിസ്റ്റി മനസ്സിലാക്കിയതാണ്. അവന്റെ അമ്മച്ചി സൂസനാവട്ടെ ഒരു ആർത്തി പണ്ടാരവും. ക്രിസ്റ്റിയെ നേർക്കുനേർ കണ്ടാൽ അവൾക്കൊരു പോരുകോഴിയുടെ ഭാവമാണ്. ഒതുക്കത്തിൽ കിട്ടിയാൽ കൊത്തിപ്പറിച്ച് കൊന്നുകളയാൻ തോന്നുന്ന അത്രയും ദേഷ്യം. കുന്നേൽ ബംഗ്ലാവിലെ വിലപിടിപ്പുള്ള പലതും കടത്തിക്കൊണ്ടുപോകാനുള്ള ഗൂഢമായ പ്ലാൻ ക്രിസ്റ്റി പൊളിച്ച് കയ്യിൽ കൊടുത്തതിൽ പിന്നെ ആങ്ങളെ പോലെ പെങ്ങൾക്ക് അവനെ കാണുന്ന അലർജിയാണ്. സൂസന്റെ നേരെ മൂത്തൊരു പെങ്ങൾ കൂടിയുണ്ട് വർക്കിക്ക്, ലീല. സൂസന്റെ അത്ര ഇല്ലെങ്കിലും ആൾ ഈ വക കാര്യങ്ങൾക്ക് അത്ര മോശമൊന്നുമില്ല. ഒരു ചേട്ടനും കൂടിയുണ്ട്, വർഗീസ് ചെറിയാൻ. വർക്കിയെപ്പോൾ തന്നെ കാഞ്ഞ ബുദ്ധിയാണ്. പെങ്ങന്മാർക്ക് കുന്നേൽ തറവാട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളിലാണ് കണ്ണുള്ളതെങ്കിൽ വർഗീസ് നോട്ടമിട്ടിരിക്കുന്ന ബിസിനസ് ഷെയറിലാണ്. പക്ഷേ ഇന്നുവരെ അയാൾക്ക് അങ്ങോട്ട് നുഴഞ്ഞു കയറാനായിട്ടില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് മാത്രം ക്രിസ്റ്റിക്ക് അറിയില്ലായിരുന്നു. വീട്ടുകാർ പറയുന്നെന്തും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന അനുസരിക്കുന്ന വർക്കി എന്തുകൊണ്ടാവും സ്വന്തം ചേട്ടന് ഓഫീസിൽ അടുപ്പിക്കാത്ത എന്നൊരുപാട് പ്രാവശ്യം ഓർത്ത് നോക്കിയിട്ടുണ്ട്. അയാൾക്കത് ചെയ്യാൻ വളരെ എളുപ്പമാണെന്നിരിക്കെ അത് ചെയ്യാതിരിക്കാൻ കാര്യമായ എന്തോ കാരണമുണ്ടായിരിക്കും. വർക്കിയുടെ കയ്യിൽ ഭരണമെത്തിയതു മുതൽ വർഗീസ് അതിന് ശ്രമിച്ചിട്ടും നടന്നില്ല. ഇന്ന് 2 ആൺമക്കളുള്ളതിൽ ഏതെങ്കിലും ഒന്നിനെന്നതിലേക്കായി മാറിയിട്ടുണ്ട് അയാളുടെ ആവശ്യം. അത്രമേൽ ആരെയോ എന്തോ വർക്കി ഭയപ്പെടുന്നു എന്ന് ഉറപ്പുണ്ട്. ദിലു കേക്ക് കഷ്ണം അവന്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ ആ കയ്യിൽ കടിച്ചിട്ട് കണ്ണടച്ച് കാണിക്കുന്നതും ദിൽനയുടെ മുഖം നിമിഷങ്ങൾ കൊണ്ട് ചുവന്ന് തുടുക്കുന്ന ക്രിസ്റ്റി മാത്രമാണ് കണ്ടത്. അവളെ തൊട്ട് ചാരി നിൽക്കുന്ന റോയ്സിന്റെ വലത് കൈ ദിൽനയുടെ ഇടുപ്പിൽ ഞെരിഞ്ഞമരുന്ന് കൂടി കണ്ടതോടെ ക്രിസ്റ്റിയുടെ പിടിവിട്ടുപോയിരുന്നു. മറ്റാരുമൊന്നും അറിയില്ലെങ്കിൽ കൂടിയും റോയ്സിന്റെ കണ്ണുകൾക്ക് വന്യമായൊരു തിളക്കമുണ്ട്. ദിൽനയാവട്ടെ അവനോട് ചേർന്ന് ചുവന്ന് നിൽക്കുന്നു. കാറ്റുപോലെ ഓടിയിറങ്ങി ചെന്ന ക്രിസ്റ്റി ആളുകളെ വകഞ്ഞു മാറ്റി ഒറ്റ വലിക്ക് റോയ്സിനെ ദിലുവിന്റെ അരികിൽ നിന്ന് വലിച്ചു മാറ്റി. അവന്റെ ഇരുകവിളിലും അവന്റെ കൈകൾ മാറി മാറി പതുങ്ങി. കണ്ണടച്ച് തുറക്കും മുന്നേ നടന്നു കഴിഞ്ഞ കാര്യങ്ങളുടെ നടുക്കത്തിൽ വിറച്ചു നിൽക്കുന്നവരെല്ലാം ക്രിസ്റ്റിയുടെ ദേഷ്യം കൊണ്ട് ചുവന്നു പോയ മുഖത്തേക്ക് പകച്ചുകൊണ്ടാണ് നോക്കിയത്. അവന്റെ കണ്ണുകൾ തീക്ഷ്ണതയോടെ റോയ്സിന് നേരെയാണ്. അറിയാതെ തന്നെ ആ നോട്ടത്തിൽ അവൻ വിറച്ചു പോയിരുന്നു. വിളറി വെളുത്തു നിൽക്കുന്നൊരു ദിൽനയെ കൂടി ക്രിസ്റ്റി ഒന്ന് തലയരിച്ച് നോക്കി. അവൾ വെപ്രാളത്തോടെ തലകുനിച്ചു. എന്തിനാണ് നീ എന്റെ കൊച്ചിനെ തല്ലിയത്? ആദ്യത്തെ പകപ്പ് മാറിയതും സൂസന്റെ ശബ്ദ ഹാളിനെ പ്രകമ്പനം കൊള്ളിച്ചു. ക്രിസ്റ്റിയോടുള്ള മുഴുവൻ ദേഷ്യവും അതിൽ മുഴച്ചു നിന്നിരുന്നു. നിറഞ്ഞ നിശബ്ദതയിൽ ആ ചോദ്യം വീണ്ടും വീണ്ടും തനിക്ക് നേരെ ഉയരുമെന്നറിഞ്ഞിട്ടും ക്രിസ്റ്റി റോയ്സിനെ തന്നെ തുറിച്ചു നോക്കി. നല്ല രീതിയിൽ നടക്കുന്ന പരിപാടി അലങ്കോലാക്കാൻ ഇവൻ കരുതി കൂട്ടിയാ. ക്രിസ്റ്റിയുടെ കൂർത്ത നോട്ടത്തിൽ പറയാൻ വന്ന മുഴുവൻ പറയാൻ കഴിയാതെ ഋഷി പരിങ്ങി. ഡെയ്സി ദയനീയമായി നോക്കുന്ന കണ്ടിട്ടും ക്രിസ്റ്റിയുടെ മുഖം ലേശം പോലെ അയഞ്ഞില്ല. നിന്ന് നോക്കി വർപ്പിക്കാൻ നീ കാര്യം പറയടാ വൃത്തിയിട്ടവനെ. സൂസൻ വീണ്ടും ഉറഞ്ഞുതുള്ളി. കുടുംബത്തിൽ കയറിങ്ങാനും വൃത്തികേട് കാണിച്ചാ തല്ലുകയല്ല, കൊല്ലു ഞാൻ. ക്രിസ്റ്റി റോയ്സിനെ ഒന്നുകൂടി തുറച്ചു നോക്കിയാണ് സൂസനുള്ള ഉത്തരം കൊടുത്തത്. അതിന് നീ ഏതാടാ? എവിടെയാണ് നിന്റെ കുടുംബം? ഇതെന്റെ ആങ്ങളുടെ മോളുടെ പിറന്നാൾ ഫംഗ്ഷൻ ആണെന്നാണ് എനിക്കറിവുള്ളൂ. അതിലേക്കാ എന്നെ എന്റെ മോനെ ക്ഷണിച്ചതും. അത് അലങ്കോലാക്കാൻ കരുതി കൂട്ടിയല്ലടാ നാശേ നീ എന്റെ മോനെ പിടിച്ചടിച്ചത്. നിനക്ക് നല്ല മുഴുത്ത അസൂയാണടാ. ക്രിസ്റ്റിയെ ആൾക്കൂട്ടത്തിലിട്ടൊന്ന് കുടയാനുള്ള അവസരത്തെ സൂസൻ നന്നായി തന്നെ ഉപയോഗിച്ചു. ചോദിക്കു വർക്കിച്ച, നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാനും എന്റെ കൊച്ചിനും വന്ന്, എന്നിട്ട് അവനെ പിടിച്ചടിക്കാൻ മാത്രം എന്നതാ എന്റെ കൊച്ചി ചെയ്ത് വൃത്തികേടുന്ന് അവനോട് ചോദിക്കാം അങ്ങോട്ട്. വർക്കിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് സൂസൻ കള്ളക്കരച്ചിൽ തുടങ്ങി. ക്രിസ്റ്റിയുടെ നേരെ ദിലിനെ പേടിയോടെയാണ് നോക്കുന്നത്. ക്ഷണിച്ചുകൂട്ടിയ ആളുകൾക്കിടയിൽ അവളുടെ കൂട്ടുകാർക്കിടയിൽ ക്രിസ്റ്റി സത്യം പറഞ്ഞാൽ അവനെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്.
ആ ഓർമ്മയിൽ തന്നെ അവൾ വിയർത്തു കുളിച്ച് പോയിരുന്നു. എടാ കൊച്ചനെ, ഇവൻ എന്റെ പെങ്ങളുടെ മകനാ. ഞാൻ വിളിച്ചിട്ടാ വന്നു. ആ ഇവനെ പിടിച്ചടിക്കാൻ നിനക്ക് ആരാടാൻ വന്നെന്ന്? ഇവൻ എന്നാ വൃത്തികേടാണ് കാണിച്ചെന്ന് നീ പറയണം. പറഞ്ഞേ തീരൂ. കാരണം ഇത് ഞാൻ കാശ് മുടക്കി നടത്തുന്ന ഒരു പരിപാടിയാ. നിന്നെ ആവട്ടെ ഞാനും എന്റെ പിള്ളേരെ ക്ഷണിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനം കാണിച്ച് എന്തിനാണ് നീ പറഞ്ഞേ പറ്റൂ ക്രിസ്റ്റി ഫിലിപ്പ്? അത്ര ആളുകൾക്ക് മുമ്പിൽ വന്നിട്ട് വർക്കി ക്രിസ്റ്റിയുടെ നേരെ നോക്കി ചോദിച്ചു. പെങ്ങൾ പകർന്ന ധൈര്യത്തിൽ അയാളുടെ ദേഷ്യം ആളി കത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ക്രിസ്റ്റിയോടുള്ള പകയും. ഡെയ്സിയുടെ മുഖം കുനിഞ്ഞു പോയത് ക്രിസ്റ്റിയുടെ നോട്ടത്തിന് മുമ്പിലാണ്. നിങ്ങൾ ക്ഷണിച്ചിട്ടല്ലേ എന്നൊരു ധ്വനിയുണ്ടായിരുന്നു അതിൽ. ഒരു വിജയിയുടെ ഭാവമാണ് അവന്. വീണ്ടും ക്രിസ്റ്റിയുടെ നോട്ടം ദിൽനയിൽ തങ്ങി. താനിപ്പോൾ നടന്നെല്ലാം പറയുമെന്ന പോലെ വിങ്ങി നിൽക്കുന്നുണ്ട്. ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് അപമാനിക്കപ്പെടുമോ എന്നൊരു പേടി ക്രിസ്റ്റി ആ കണ്ണുകളിൽ കണ്ടിരുന്നു. കൂടെ നിന്നവരിൽ നിന്ന് അക്ഷമയുടെ ശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ട്. സത്യം പറയുമെന്നുണ്ടെങ്കിലും തനിക്കറിയാത്ത എന്തോ ഒരു കുരുക്കിതിനപ്പുറമുണ്ടെന്ന് ക്രിസ്റ്റിക്ക് തോന്നി. അവന്റെ കണ്ണുകളിൽ ജാഗ്രത നിറഞ്ഞു. റോയിസ് എപ്പോൾ വന്നാലും ദിലുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാണാറുണ്ട്. സൂസന് അവളോട് അമിതമായൊരു വാത്സല്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. സൂസനും റോയിസും പരസ്പരം കണ്ണുകൾ കൊണ്ട് സന്ദേശങ്ങൾ കൈമാറുന്നത് വളരെ വ്യക്തമായി അവൻ കണ്ടു. വലിഞ്ഞു മുറുകി അവന്റെ നേരെ നോക്കി വലിയൊരു ആൾക്കൂട്ട ആകാംക്ഷയോടെ നിൽപ്പുണ്ട്. അവൻ പറയുന്ന ഉത്തരം കേൾക്കാനെന്നതുപോലെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.